ഡോക്ടറെ ഒരു മിനിറ്റ്, ഈ ഡോക്ടറെ ഒരു കിസ് ചെയ്യാൻ ഞാൻ റൗഡി 1965 കേശവദേവിന്റെ കഥ റൗഡി, ഷീലയുടെ അനിയൻ ഭാസ്കർ എന്നുള്ളൊരു കഥ. സത്യൻ സാർ ഇപ്പൊ 76, 16 കുട്ടിയെല്ലാം വലിയ ആളുകൾ. ചായ കാഫി പോലെ ഞാൻ ഡോക്ടറെ ദീർഘായുസ്സും ആരോഗ്യം പറഞ്ഞു. ഡോക്ടറോട് പറയാനുള്ളത് ഇതാണ്, മനോഹരമായ കഥ, ഒരു വലിയ സ്ക്രിപ്റ്റിൻ്റെ ആക്ഷനൊന്നും ഇല്ലാതെ വേണ്ടോടത്ത് മാത്രം സംഭാഷണങ്ങൾ കൊടുത്ത് റിയലായിട്ടുള്ള ഒരു കഥ എഴുതിയതിൽ എനിക്ക് ഏറ്റവും അഭിമാനം വളാഞ്ചേരിയുടെ പോഷക രാജ്യത്താണ് മൂപ്പർ സാധിക്കുന്നത്. മുക്കിലപ്പിട അല്ലേ, മുക്കിലപ്പിട ഇദ്ദേഹത്തിന് കാണുന്ന വെച്ചാൽ ഞാൻ 3 മാസം മുമ്പ് ട്രൈ ചെയ്തു. അത് കാണാൻ നിൽക്കുമ്പോഴാണ് എൻ്റെ ടിക്കറ്റ് മലേഷ്യക്ക് പെട്ടെന്ന് പോകാൻ അങ്ങനെ നീണ്ടു. പിന്നെ എൻ്റെ ആ പിള്ളേരൊക്കെ തന്നെ ഇവിടെ കൂടെ ചുറ്റും പറ്റും. നാസറുടെ കുട്ടിയാണ്. നാസറുമായി ഈ ചാനലിൽ എപ്പോഴും ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ഒരു സീൻ എടുക്കണം എന്ന് പറഞ്ഞിട്ട് പഞ്ചായത്തിൽ സംസാരിക്കുന്ന ഒരു ഭാഗം നാസറൊക്കെ വന്നിട്ട് എടുത്തിട്ടുണ്ട്. ഈ പിന്നെ മോഹൻമാലി ഡോക്ടർ നമ്മൾ ഫാമിലി ക്ലോസ് ഫ്രണ്ട്, അയാൾ ആക്ട് ചെയ്തപ്പോൾ എനിക്ക് കൈയടിക്കണം എന്നുണ്ടായി. പക്ഷെ കാരണം സിനിമ ഹറാമാണെന്ന് പറഞ്ഞ കാലഘട്ടത്തിൽ സിനിമയിൽ അഭിനയിച്ച് ഒരുപാട് പ്രതിബന്ധങ്ങൾ നേരിട്ടുണ്ട്. MLA ജലീൽ വരെ ഇവിടെ വളാഞ്ചേരി പ്രസംഗിച്ചിട്ടുണ്ട് എന്നെപ്പറ്റി. ഇപ്പോൾ അതല്ല, ഇപ്പോൾ ഒന്നുവെച്ചാൽ വളരെ മാനസികമായ വിഷമം അനുഭവിച്ചാണ് ഞാൻ സിനിമയിലേക്ക്. വിവരമുള്ള വലിയ വലിയ പണ്ഡിതന്മാരെല്ലാം ചെറിയ ചെറിയ ഉമ്മാനെയൊക്കെ വന്നിട്ട് ആ ചോറ് വേണ്ട, ഈ ചോറ് വേണ്ട, ഇങ്ങനെ അതായത് അത്രയും ഒരു അപ്പോൾ അറിയില്ല അവർക്ക്. നമ്മൾ ഐ ആം നോട്ട് എ എഡ്യൂക്കേറ്റഡ് മാൻ, ബട്ട് ഐ എം എ റീഡർ. വായനയിൽ നിന്ന് കിട്ടിയ അറിവ്. ഇവിടെ ഏറ്റവും കൂടുതൽ മുസ്ലിം രാജ്യമാണ് ഈജിപ്തിലാണ് ഏറ്റവും കൂടുതൽ സിനിമാ സ്റ്റുഡിയോ. ഈജിപ്തിലെ ഏറ്റവും നല്ല നടനാണ് ലോകത്തിൽ വെച്ച് ഉമർ ഷരീഫ് പ്രതിഫലം വാങ്ങിയവർ. അയാൾ മുസൽമാനാണ്. ദിലീപ് കുമാർ, യൂസഫ് ഖാൻ, ഫിക്ർ സുമാർ പേരുടെ അബ്ദുൽ ഖാദർ. ഇന്നിപ്പോൾ അതൊക്കെ മാറി കാലത്ത്. ഏതായാലും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഡോക്ടറെ. ഈ ഡോക്ടറെ ഒരു മിനിറ്റ്, ഈ ഡോക്ടറെ ഒരു കിസ് ചെയ്യാൻ ഞാൻ